ബ്ലാക്ക് സ്റ്റാലിയൻ. ഇങ്ങനെ മുഖാമുഖം കാണുമ്പോ നിന്റെ അച്ഛൻ ചത്തു വീണ ഇതേ സ്ഥലം തന്നെ ആവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. നന്നായി, പഴയതൊന്നും നിന്നെ ഇനി ഓർമ്മിപ്പിക്കണ്ടല്ലോ. സർവീസ് ബുക്കിൽ നിന്ന് നാളെ നിന്റെ പേര് ഞാൻ വെട്ടും. പിന്നെ പത്രസമ്മേളനം, TV ക്യാമറയുടെ മുന്നിലിരുന്ന് നിനക്ക് വേണ്ടി 2 തുള്ളി കണ്ണീര് ഇറ്റിക്കും ഞാൻ. ഫോട്ടോ വരും, പത്രങ്ങളായി പത്രങ്ങൾ മുഴുവനും. നിന്റെ അല്ല, എന്റെ. പുതിയ കമ്മീഷണർ ഡൊമിനിക് നാദാർ ബ്ലാക്ക് സ്റ്റാലിയന്റെ മരണത്തിൽ അനുശോചിച്ചു. നാഗപ്പൻ, Klinger. പത്രത്തിൽ ഫോട്ടോ വരും. എന്റെ അല്ല, സാറിന്റെ. കമ്മീഷണർ നാടാര് വെടിയേറ്റ് മരിച്ചെന്ന്. കമ്മീഷണറെ കൊന്നത് ക്രിമിനൽ നാഗപ്പൻ. ദാസരിയുടെ തോക്കും ഒരു എൻകൗണ്ടർ ഡ്രാമയും പിന്നെ കണ്ടതുപോലെ സാക്ഷി പറയാൻ ധൈര്യമില്ലാത്ത കുറെ ചെറ്റകളും. ഇത് 3 ഉണ്ടെങ്കിൽ ഏത് നാടാരെയും കൊന്ന് പെട്ടിയിലാക്കാം. ഇല്ലടാ, ചിരിക്കണ്ട. തലപ്പത്ത് മലയാളിയായി ഞാൻ ഇരിക്കണ കാലത്തെ നിന്റെ ഈ തോന്നിയാസം നടക്കൂ.
ഞാനങ്ങോട്ട് മാറി എന്റെ സ്ഥാനത്ത് നല്ല കൈക്കരുത്തുള്ള തമിഴന്മാർ ഓഫീസേഴ്സ് വന്ന ആ നിമിഷം തീരുന്നീ. എന്തു പറഞ്ഞാലും ഒരു ചിരി. ഇതെങ്ങനെയുണ്ട്? റെവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ. എടാ ക്ലിഞ്ചോ അലവലാതി. ചെലക്കാണ്ടിരിക്കന്റെ കൗണ്ടറെ ഇങ്ങനെയുണ്ടോ ഒരു ആർത്തി? ഇതാ നോക്കിയേ, 3 മാസം കൂടുമ്പം തുണിയെടുക്കാനാണെന്നും പറഞ്ഞ് ഞാൻ ഈ തിരുപ്പൂര് വരുന്നതേ നിങ്ങളെപ്പോലെ ചിലരെ കാണാനും ഒന്ന് കൂടാനും, പിന്നെ ഇതുപോലെ ചില സ്വയംബൻ സാധനങ്ങളെ കുടിച്ചു പറ്റിക്കാനുമാ. എന്റെ മണിമലക്കുന്ന് മാതാവേ, ഇവളെ കിട്ടിയാൽ 5 പവന്റെ സ്വർണ്ണ കൊലുസ് കട്ടായം തരും ജോർജ് കീച്ചപ്പിള്ളി. എന്തായടോ? രക്ഷയില്ല ചായ, അവൾ അമ്പലം ബില്ലും അടുക്കുന്നില്ലെന്നേ. കോടികൾ കൊടുത്താലും കിട്ടില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. താല്പര്യം ഉണ്ടെങ്കിൽ പറ, ഞാൻ വേറെ ആരെങ്കിലും. ഇവളുടെ കാര്യത്തില് ഒരു കോംപ്രമൈസും ഇല്ല. ഇവളെ ഞങ്ങൾക്ക് കിട്ടിയ തീരൂ. ഞാനൊരു വഴി പറയാം. ഇവളെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ കിട്ടണമെങ്കിൽ ഒരാൾ വിചാരിച്ചാലേ സാധിക്കൂ. ബ്ലാക്ക് സ്റ്റാലിയൻ. പക്ഷെ കാശ് കൊടുക്കേണ്ടി വരും. എത്ര വേണമെങ്കിലും കൊടുക്കാം, ഇവളെ കിട്ടിയാ മാത്രം മതി. ഓ, ഇതാണ് ഐറ്റം. കാശൊരു പ്രശ്നമല്ല, കാര്യം നടക്കണം. എന്തൊരു കാല് അല്ലേ സാർ? ഒരു പെണ്ണിന് 3 ആള്, അത് നടക്കത്തില്ല. നിങ്ങളെല്ലാം ഒറ്റയാക്കി ഇവളെ കിട്ടൂ. അതാരാണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. വെറുതെ മുഖത്തോട് മുഖം നോക്കി നേരം കളയണ്ട. വഴി ഞാൻ പറയാം. ഓരോരുത്തരും മുടക്കാൻ പറ്റുന്ന തുക പറയുക. ഏറ്റവും കൂടുതൽ തുക പറയുന്ന ആളെ സാറ് സഹായിക്കും. ഞാൻ 2 ലക്ഷം ചെക്ക്. 3 ലക്ഷം DD. ഞാൻ 5 lakhs റെഡി ക്യാഷ്. 5 lakhs. അതെ, സമ്മതം. 6. ഞാൻ 6 മുടക്കാൻ തയ്യാറാ. 7 ലക്ഷം. നോ DD. സ്മാർട്ട് പേയ്മെന്റ്. ഞാൻ 8. 10 ലക്ഷം. കൂട്ടി പിടിക്കാതിരിക്കണ്ട റെഡ്ഡി, ഈ കേസ് ഞാനൊന്ന് എടുത്തോട്ടെ. 10 ലക്ഷം. നീന ലൂസാ? ആമാ ലൂസാ. ആമാ ഞാൻ വരാം. അച്ചായൻ എടുത്തോട്ടെ. എടുത്തോ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇത് അഡ്വാൻസ്. സംഗതി നടക്കുന്നതിന് മുമ്പ് ബാക്കി പണം തരും. ഞാൻ ഇറങ്ങട്ടെ. ചെന്നിട്ട് കുഴമ്പിട്ടൊന്ന് കുളിക്കണം. മുടക്കുന്നത് 10 ലക്ഷമാണേ. അത് ശരിക്കും അങ്ങോട്ട് മുതലാക്കണമെങ്കിൽ പണി പലതും എടുക്കേണ്ടി വരും. ശരി. ലോറ സിംഗ്, ബാലരാമൻ ചെട്ടിയാരുടെ ബാറിലെ ഐറ്റം ഡാൻസർ. പോയി പോയി. ആ പെണ്ണ് കാറ് കയറി പോയി. ഡീറ്റെയിൽസ് കിട്ടി. അവള് ആ സ്റ്റാമ്പ് വെണ്ടറുടെ മോളാ. സലീം ബാവ് വധക്കേസിലെ ദൃക്സാക്ഷി ഫെർണാണ്ടസിന്റെ മോള്.
പോലീസിലും കോടതിയിലും കുറ്റസമ്മതം നടത്തിയ ജയിലിലേക്ക് രക്ഷപ്പെടാന്ന് കരുതി അല്ലടാ സലീം ബാബ. നീ കൊല്ലാൻ നോക്കിയത് ഞങ്ങളുടെ ബ്ലാക്കിനെയാ. അത് ഞങ്ങള് പുറത്തു വരില്ല. നോ. നിങ്ങൾ പോലീസിന് കൊടുത്ത മൊഴി സലീം ബാബ കേസില് ഇപ്പൊ അതാ പ്രധാനം. ആ മൊഴി ഒന്ന് മാറ്റി പറയണം. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയത്? ക്രൈം ചെയ്യുന്നത് കുറ്റം. അയ്യോ, കണ്ടിട്ടും അത് കണ്ടില്ലെന്ന് പറയുന്നത് അതിലും വലിയ കുറ്റം. മരിച്ച സലീം ബാബ അവനൊരു ക്രിമിനൽ ആയിരുന്നു, ചാവേണ്ടവൻ. ജന്മം തരുന്നത് ദൈവമാണ്. അത് അവസാനിപ്പിക്കാൻ ആർക്കും അധികാരമില്ല. മൊഴി ഞാൻ മാറ്റി പറയില്ല. ഫെർണാണ്ടസിന് ഒരു തന്തയേ ഉള്ളൂ, ഒറ്റ വാർക്കും. You are a criminal and you must have to be punished. മോളെ കുറച്ച് വെള്ളം. ജന്മം കൊടുക്കുന്ന ദൈവമൊക്കെ തന്നെയാ, പക്ഷേ അത് അവസാനിപ്പിക്കുന്ന ഈ സിറ്റിയിൽ ഞാനാ, ബ്ലാക്ക് ക്ലിഞ്ചർ. How are you? छोड़ो उसे, छोड़ो. Hey! भैया मुझे माफ करो, मुझे मालूम नहीं था. come on, clear off, go. നിന്നെ എനിക്ക് ഇഷ്ടമായി. ഇഷ്ടമാവുന്നതെന്തും സ്വന്തമാക്കും. അതാണ് അപ്പൊ ഞാനോ? 10 ലക്ഷം പോരെങ്കിൽ പറ, 12 തരും ഈ അച്ചായൻ. ഇനി കാശിന്റെ കാര്യം വേണ്ടിയ പൊട്ടിക്ക് ഞാൻ തന്നെ ഇനി ഏരിയയിൽ കണ്ടുവരുത്. അവൾ ഇനി ബ്ലാക്കിനുള്ളതാ. ചതി, കൊല ചതി. നിന്നോടൊക്കെ ദൈവം ചോദിക്കടാ. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ ചേച്ചി? പ്രയോജനമില്ല. ഈ സിറ്റിയിൽ അയാളാ പോലീസ്, അയാൾ തന്നെ ക്രിമിനൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സാറിന് ഉറക്കം പറഞ്ഞില്ല.
നീ മനസ്സിന് പോണില്ലത്രേ, അതാ വന്നത്. നിങ്ങളോട് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം കുട്ടി മനസ്സിലാക്കണം, അന്ന് ഞങ്ങൾ പറഞ്ഞ കുട്ടിയുടെ പപ്പ കേട്ടിരുന്നെങ്കിൽ പപ്പയ്ക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു. ആ പപ്പയുടെ സമയമായി പോയി. പഴയതൊക്കെ തിരുത്തണമെന്ന് എനിക്ക് നിർബന്ധം. നീ നിന്റെ അനിയത്തിയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പപ്പയുടെ മരണം, അനിയത്തിയുടെ അവസ്ഥ, നീ ബാർ ഡാൻസർ ആയത് അതുകൊണ്ടാണെന്നറിയാം. ഇനി അതൊന്നും വേണ്ട. നിന്നെയും നിന്റെ അനിയത്തിയും ഞാൻ നോക്കാം, പൊന്നുപോലെ നോക്കും. ഓ, അപ്പൊ അതാണ് മനസ്സിൽ. ഇല്ല, നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണ്ട. നിങ്ങളുടെ നിഴല് കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. മേലാൽ എന്റെ പുറകെ വരരുത്. വന്നാ 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 ചേട്ടൻ്റെ മോള് ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറയണത് കേട്ടാ നല്ലതേ വരൂ. അല്ലെങ്കിൽ ഓർമ്മയുണ്ടല്ലോ പപ്പയുടെ കാര്യം. നല്ലോണം ചിന്തിക്ക്, നല്ലത് മാത്രം ചിന്തിക്ക്. പൊക്കോട്ടാ. നിനക്കെന്നെ സഹിക്കേണ്ടി വരും.